ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം സ്കന്ധത്തിലെ 7-ാം അധ്യായമാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മംഗളാചരണത്തോട് തുടങ്ങാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതാഞ്ച. ഹേ കൃഷ്ണ കർണ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുജ്ഞ കൃപ സിന്ധൂപ ഏവ ച പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയോദീരേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നശ്യകി. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാതായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശതാരിണി. ഹരേ കൃഷ്ണ. അപ്പൊ ഭഗവാന്റെ ലീലകളാണ് മുഴുവൻ ഭാഗവതത്തിലും കൊടുത്തിരിക്കുന്നത്, ഭഗവാന്റെ വിഭൂതികള്. ഇപ്പൊ സ്കന്ധം 2 അധ്യായം 7 ഭഗവാന്റെ 22 അവതാരങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. ഭഗവാൻ 22 അവതാരങ്ങളല്ല, അതിലും അനേക കോടി അവതാരങ്ങളുണ്ട്. ഏറ്റവും പ്രസക്തമായ കുറച്ച് അവതാരങ്ങളെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ 1 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിലാണ് വിവിധ അവതാരങ്ങളെ കുറിച്ച്, ഭഗവാന്റെ വിവിധ രൂപത്തിലുള്ള ഓരോ ഭക്തന് വേണ്ടി ഭഗവാൻ അവതരിച്ച അവതാരങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. 40 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത് ഭഗവാന്റെ ആ ഒരു അത്ഭുതം, ഭഗവാനെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ തന്നെ വിചാരിച്ചാൽ മാത്രമേ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചിട്ടാണ് 40 മുതൽ 46 വരെ പറഞ്ഞിരിക്കുന്നത്. 47 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മൻ, അതായത് ബ്രഹ്മജ്യോതി എന്ന ആ ഒരു സങ്കല്പം, ബ്രഹ്മൻ അല്ലെങ്കിൽ ബ്രഹ്മജ്യോതി എന്ന സങ്കല്പം, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജീവജാലങ്ങളിലെയും ഉള്ളിൽ വസിക്കുന്ന പരമാത്മാവ് എന്ന സങ്കല്പത്തിനെക്കാട്ടിലും വളരെ ഉയർന്ന സങ്കല്പമാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന സങ്കല്പം എന്ന് പറയുന്നത്. പരമാത്മാ സങ്കല്പത്തിനേക്കാളും ബ്രഹ്മജ്യോതി എന്ന സങ്കല്പത്തിനേക്കാളും ഉയർന്ന തലത്തിലാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ, അങ്ങനെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ തന്നെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധാരണ ഭക്തർക്കും, അതായത് സാധാരണ ജനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഭക്തർക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും. ഭക്തരാണെങ്കിൽ കൂടിയും ആ ഭക്തൻ എന്നെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് ഭഗവാൻ കൂടി വിചാരിച്ചാൽ മാത്രമേ ആ ഭക്തന് ഭഗവാനെ കുറിച്ചുള്ള ആ രഹസ്യം അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ അറിവ് കൊണ്ട്, ഭഗവാനെ കുറിച്ച് അറിയുന്ന ഈ അറിവ് കൊണ്ട് എന്ത് നേടാം, എന്തായിരിക്കും ആ ഒരു ആത്മാവിന്? ഓരോ ജീവജാലവും ഓരോ ആത്മാവാണ്. എങ്ങനെ ഈ അറിവ് ലഭിക്കുന്നതിലൂടെ ഈ ആത്മാവിനുണ്ടാകുന്ന ആ ഒരു ട്രാൻസിഷൻ, എന്താണ് ഈ ആത്മാവിന് സംഭവിക്കുന്നത് എന്നതാണ് 50 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്ന കുറച്ച് അവതാരങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം വിശദീകരിക്കാം. വരാഹ അവതാരം, കപിലാവതാരം, ദത്താത്രേയ അവതാരം, 4 കുമാരന്മാര്, നരനാരായണന്മാർ, ഋഷി, പൃഥു, ഋഷഭദേവ, ഹയഗ്രീവ, മത്സ്യാവതാരം, കൂർമാവതാരം,
നരസിംഹാവതാരം, ഹരി, വാമനദേവൻ, ഹംസ അവതാരം, ധന്വന്തരി അവതാരം, പരശുരാമ അവതാരം, ശ്രീരാമ അവതാരം, വ്യാസദേവ അവതാരം, ബുദ്ധ അവതാരം, കൽക്കി അവതാരം. ഇങ്ങനെ ഇത്രയും അവതാരങ്ങളെ കുറിച്ചിട്ടാണ് 1 മുതൽ 39 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓരോ അവതാരങ്ങളുടെ വിശദീകരണം ആദ്യം നോക്കാം. 4 കുമാരന്മാരെ, എന്തിനു വേണ്ടിയാണ് 4 കുമാരന്മാരുടെ അവതാരങ്ങൾ ഉണ്ടായത്? സനക, സനാതന, സനത്കുമാര, സന്താന, അങ്ങനെയാണ് 4 കുമാരന്മാര്. അവരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ ജനിച്ചപ്പോൾ തന്നെ അവർക്ക് ആത്മീയമായ ആ ഒരു ബുദ്ധി, ആ ബുദ്ധിയോടുകൂടിയാണ് ജനിച്ചത്. അപ്പൊ ഈ കുമാരന്മാർ തീരുമാനിച്ചു, ഞങ്ങൾ 5 വയസ്സിന് മുകളിലോട്ട് വളരുന്നില്ല. കാരണം 5 വയസ്സിന് വേണ്ടി താഴെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കരാണ്. അവർക്ക് ഈ പ്രകൃതിയിലെ അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിലെ ഒരു കാര്യങ്ങളെക്കുറിച്ചും അവർക്കറിയില്ല. അപ്പൊ ഈ 4 കുമാരന്മാർ തീരുമാനിച്ചു, ഞങ്ങൾ ഇനി വളരുന്നില്ല. കാരണം വളർന്നു കഴിഞ്ഞാലേ ഈ ഭൗതിക ലോകത്തിലെ മായയും എല്ലാം അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഞങ്ങൾക്കിനി വളരണ്ട എന്ന് വിചാരിച്ച് ഭഗവാനെ അങ്ങ് ശരണം പ്രാപിക്കുകയാണ്. ഭഗവാന് മുന്നിൽ ആത്മസമർപ്പണം നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജനിച്ച് കുറച്ചു നാൾ ആത്മീയ ശുദ്ധിയോടുകൂടി ജനിച്ച വ്യക്തികളായതുകൊണ്ടും കഴിഞ്ഞ ജന്മത്തിലാണെങ്കിലും പൂർവ്വജന്മങ്ങളിലൊക്കെ സുകൃതം ചെയ്തവരായതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ 4 കുമാരന്മാരായിട്ട് ജനിച്ചപ്പോൾ തന്നെ ആ ഭഗവാനെ മുഴുവൻ സമയവും ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കാൻ അവർക്ക് സാധിച്ചത്. പിന്നെ വരാഹാവതാരം. പല വരാഹ നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്വേതവരാഹം, അങ്ങനെ പല വരാഹദേവന്റെ അവതാരങ്ങൾ കേട്ടിട്ടുണ്ട്. വരാഹ അവതാരം പ്രധാനമായിട്ടും ഒരിക്കൽ നമ്മള് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ മഹത്തത്വം എന്താന്ന് പറഞ്ഞല്ലോ. മഹത്തത്വം എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ സയന്റിഫിക് വേയിൽ പറയാം. എന്തായാലും ഒരു ചെടി വളരണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ചൂടും വെള്ളവും എല്ലാം കിട്ടിയാൽ മാത്രമേ ആ ചെടി വളരത്തുള്ളൂ. ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ കെമിസ്ട്രിയിൽ പറയുന്നതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന്. അതുപോലെ ഈ ബ്രഹ്മാണ്ടം രൂപീകരിക്കുമ്പോൾ ഈ 23 മൂലകങ്ങൾ ചേർന്നിട്ടാണ് ഈ ബ്രഹ്മാണ്ടം രൂപീകരിച്ചിരിക്കുന്നത്. അത് 1000 വർഷം കൊണ്ടാണ് ഒരു ബ്രഹ്മാണ്ടം രൂപീകരിക്കപ്പെട്ടത്. ആ ഒരു ബ്രഹ്മാണ്ടം രൂപീകരിക്കപ്പെട്ടപ്പോൾ ഭഗവാന്റെ തന്നെ എക്സ്പാൻഷനായ ഗർഭോദകശായ വിഷ്ണു ഈ ബ്രഹ്മാണ്ടത്തിനുള്ളിലോട്ട് കടന്ന് അദ്ദേഹത്തിന്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പൊ ഈ മഹത്വത്വം എന്നത് ഈ ബ്രഹ്മാണ്ടം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഇക്വിലിബ്രിയത്തെയാണ് മഹത്തത്വം എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു ചെടിക്ക് വേണ്ട വളവും ജലവും ഫോട്ടോസിന്തസിസും അങ്ങനെ കിട്ടിയാൽ മാത്രമേ ആ ചെടി വളരത്തുള്ളൂ. ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രമേ ആ ചെടിക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. ആ സാഹചര്യം ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയാണ് മഹത്തത്വം. അതുപോലെ തന്നെ ബ്രഹ്മാവ് ജനിച്ചത് ഈ താമരയിലയിലാണ്. ആ താമര തണ്ടിലാണ് ഈ 14 ലോകങ്ങളെ കോർത്തിണക്കിയിരിക്കുന്നത്. മുത്തുമാലയിൽ കോർത്ത് വെച്ചതുപോലെ ഈ 14 ലോകങ്ങള് ബ്രഹ്മാവിരിക്കുന്ന ആ താമരയുടെ തണ്ടിലാണ് ഇരിക്കുന്നത്. സ്വർഗലോകമാണെങ്കിലും ജനലോകമാണെങ്കിലും പാതാള ലോകമാണെങ്കിലും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് ഈ തണ്ടിൽ നിലനിൽക്കുന്നത്. അപ്പം ഒരിക്കല് ഭൂമിയുടെ ഇക്വിലിബ്രിയം നഷ്ടപ്പെട്ടിട്ട് ഭൂമി ഗർഭോദകശായി സമുദ്രത്തിൽ വീണു. അത് 2 രീതിയിൽ പറയുന്നുണ്ട്. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന അസുരന്മാരെ കുറിച്ച് അറിയാം. ഹിരണ്യകശിപുവിന്റെ ആ ദുർനിമിത്തം മൂലം ഭൂമിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതലായി ഹിരണ്യാക്ഷന്റെ പ്രവർത്തികൾ. അങ്ങനെ ഭൂമി ഗർഭോദക സമുദ്രത്തിലോട്ട് വീണു. അങ്ങനെ ഭൂമി ഗർഭോദക സമുദ്രത്തിൽ വീണപ്പോൾ ഭഗവാൻ വരാഹ രൂപത്തിൽ വന്ന് ആ ഭൂമിയെ രക്ഷിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചു. അതാണ് ഒരു കഥ. ഇനി നാരദ മഹർഷിയുടെ കഥയുണ്ട്. നാരദ മഹർഷിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം
രാജർഷിയാണ്. അദ്ദേഹം വളരെ രാജർഷിയല്ല, ദേവർഷി എന്നാണ് അറിയപ്പെടുന്നത്. രാജാവ് ഋഷിയാകുന്നതിനെയാണ് രാജർഷി എന്നും നാരദ മഹർഷി ദേവർഷി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഭഗവാന്റെ വളരെ വളരെ ശുദ്ധനായ ഒരു ഭക്തനാണ്. മുഴുവൻ സമയവും ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച് 14 ലോകത്തിലും യാത്ര ചെയ്യുന്ന ഒരു ഭക്തനാണ് നാരദൻ. നരനാരായണ മഹർഷി, മാർക്കണ്ഡേയ മഹർഷിയുടെയും ഗുരുവായ നരൻ നാരായണൻ. അതിന് നരനാരായണ മഹർഷിക്ക് മറ്റൊരു ഉദാഹരണമാണ് അർജുനനും കൃഷ്ണനും. കാരണം നരനാരായണ മഹർഷിയുടെ മറ്റൊരു അവതാര രൂപമാണ് അർജുനനും കൃഷ്ണനും. നരൻ അർജുനനും, നാരായണൻ ഭഗവാൻ കൃഷ്ണനും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്വിൻ ഇരട്ട ഋഷിമാര്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ജനിച്ചത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവതാരം എടുത്തത്? ഇവിടെ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട്. കപില മഹർഷി സാങ്ക്യ ഫിലോസഫിയെ കുറിച്ച് പറഞ്ഞു തന്നത് കപില മഹർഷിയാണ്. കർദാമ മുനിയുടെയും ദേവഹൂതിയുടെയും പുത്രനായിട്ട് ജനിച്ചു. ദത്താത്രേയൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രഹ്മ, വിഷ്ണു, ശിവൻ ഇവരുടെ 3 പേരുടെയും ഒരു കോമ്പിനേഷനാണ് ദത്താത്രേയൻ എന്ന് പറയുന്നത്. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും അത്രി മഹർഷിയുടെ ഭാര്യയാണ് അനസൂയയുടെയും ഭാര്യ മക്കളായിട്ടാണ് ഈ ദത്താത്രേയൻ ജനിച്ചത്. ഇനി ഋഷഭ മഹാരാജാവ്, ഭരതരാജാവിന്റെ മകനാണ് ഋഷഭദേവ്. ശരിക്കും ഋഷഭദേവാണ് എങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു ഭക്തൻ. പിന്നെ മത്സ്യാവതാരം എല്ലാവർക്കും അറിയാം. മത്സ്യാവതാരത്തിൽ പ്രളയമുണ്ടായപ്പോൾ ആ മുഴുവൻ ജീവജാലങ്ങളെയും സംരക്ഷിച്ചത് മത്സ്യാവതാരമാണ്. ഇനി പൃഥു മഹാരാജാവ് എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ ഭഗവാന് പല രീതിയിലുള്ള അവതാരങ്ങളുണ്ട്. പുരുഷാവതാരമുണ്ട്, ഗുണാവതാരമുണ്ട്, ലീലാവതാരമുണ്ട്, ശാക്തേയ അവതാരമുണ്ട്, നിഗൂഢ അവതാരങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അവതാരങ്ങളുണ്ട്. അതിൽ പൃഥു മഹാരാജാവ് എന്ന് പറയുന്നത് ശാക്തിവേശ അവതാരമാണ്. അതായത് എംപവർ ചെയ്യുന്ന ഒരു ഇൻകാർണേഷൻ ആണ്. പൃഥു മഹാരാജാവാണ് ശരിക്കും പറഞ്ഞാല് ഈ ഭൂമിയെ മുഴുവൻ ഉഴുതുമറിച്ച് ഭൂമിയെ ഫലഭൂഷമാക്കി തീർത്തത്. അതുകൊണ്ട് തന്നെ ഭൂമി ദേവിക്ക് പൃഥ എന്നുള്ള പേര് കൂടെയുണ്ട്. പൃഥ അല്ല, പൃഥ്വി. ഭഗവാന്റെ ഭൂമി ദേവിയെ ആ ഒരു ഫലഭൂഷമാക്കാൻ പൃഥു മഹാരാജാവിനെ കൊണ്ട് സാധിച്ചു. പിന്നെ കൂർമാവതാരം എന്താണ്? മന്ദരപർവ്വതം പാലാഴി കടയുന്ന സമയത്ത് മന്ദരപർവ്വതം താഴ്ന്നു പോകുന്നത് കണ്ടിട്ട് ഭഗവാൻ വേഗം എന്തു ചെയ്തു? കൂർമാവതാരം എടുത്ത് ആ മന്ദരപർവ്വതത്തെ ഉയർത്തി. ഇനി ധന്വന്തരി അവതാരം എന്ന് പറയുന്നത് ഭഗവാൻ ഈ പാലാഴി കടയുന്ന സമയത്ത് അതിൽ നിന്ന് പൊങ്ങി വന്ന ആ അമൃത കുംഭവുമായിട്ട് പൊങ്ങി വന്നത് ധന്വന്തരിയാണ്. ധന്വന്തരി എന്നത് പറയുന്നത് തന്നെ ആയുർവേദത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. മോഹിനി അവതാരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ ഒരു ഫീമെയിൽ വേർഷനാണ്. ഭഗവാൻ അസുരന്മാരും ദേവന്മാരും തമ്മിൽ അമൃതിന് വേണ്ടി തല്ലുപിടിക്കുമ്പോൾ ആ ഒരു കോംപ്രമൈസിന് വേണ്ടി വന്നതാണ് മോഹിനി അവതാരം. നരസിംഹാവതാരം എല്ലാവർക്കും അറിയാം. നരസിംഹാവതാരം പ്രഹ്ലാദ മഹാരാജാവിന് വേണ്ടിയാണ് നരസിംഹാവതാരം. കശിപുവിനെ കൊല്ലാനായിട്ട് പ്രഹ്ലാദ മഹാരാജാവ് തന്റെ ഭഗവാനെ തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദ മഹാരാജാവ് ഈ തൂണിലും ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു നിമിഷത്തിൽ തൂണ് പിളർന്ന് നരസിംഹാവതാരം ഉണ്ടായി. അടുത്തത് വാമനവതാരം കുട്ടിയായിട്ടുള്ളത്, അതായത് ഡാഫ് അവതാരമാണ്, കുള്ളനായിട്ടുള്ള അവതാരമാണ്. അത് മഹാബലിക്ക് വേണ്ടിയാണ്. മഹാബലി ഏറ്റവും നീതിമാനായ ഒരു രാജാവ് തന്നെയായിരുന്നു. പക്ഷേ മഹാബലി അടുത്ത ഇന്ദ്രനായിട്ടാണ് മഹാബലി വരുന്നത്. ആ ഇന്ദ്രന് വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയൊരു സഫറിങ് മാത്രമാണ് മഹാബലിക്ക് വാമനദേവൻ ഈ ജന്മത്തിൽ കൊടുത്തത്. അപ്പൊ മഹാബലിയെ പാതാളത്തിലോട്ട് അല്ലെങ്കിൽ
പാതാളത്തിലോട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് വാമനദേവൻ വന്നത്. ഒരിക്കലും ചവിട്ടിത്താഴ്ത്തി എന്നല്ല പറയുന്നത്, യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ആ പാതാള ലോകത്ത് മഹാബലിയുടെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനാണ് യഥാർത്ഥത്തിൽ വാമനദേവ്. പരശുരാമൻ യഥാർത്ഥത്തിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനാണ് പരശുരാമ അവതാരം ഉണ്ടായത്. 21 ജനറേഷൻസ് ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കി. പരശുരാമൻ ജമദഗ്നി മഹർഷിയുടെ പുത്രനാണ്. വ്യാസഭഗവാൻ, യഥാർത്ഥത്തിൽ വ്യാസഭഗവാന്റെ അവതാരം എന്ന് പറയുന്നത് വേദങ്ങളെ വേർതിരിക്കാനാണ്. കൃതയുഗത്തിൽ ഈ വേദങ്ങള് പഠിക്കാൻ എളുപ്പമായിരുന്നു, കാരണം 10,000 വർഷങ്ങളാണ് ആയുസ്. അപ്പൊ 4 വേദങ്ങളും നന്നായി പഠിക്കാൻ എല്ലാവർക്കും സാധിച്ചിരുന്നു. പക്ഷെ കലിയുഗത്തില് അത്രയും വേദങ്ങൾ പഠിക്കാനോ അതിന് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ആകെ 100 വർഷമേ ഉള്ളൂ ആയുസ്. അതുകൊണ്ട് ഈ വേദത്തെ 4ആയിട്ട് തിരിച്ചു. അതിന്റെ സത്ത് ഇനിയും കലിയുഗത്തിൽ പലർക്കും മനസ്സിലാകാത്തത് കൊണ്ട് മഹാഭാരതം എന്ന ഇതിഹാസം, വാൽമീകി രാമായണം എന്ന ഇതിഹാസവും വ്യാസഭഗവാൻ മഹാഭാരതം എന്ന ഇതിഹാസവും എഴുതുകയുണ്ടായി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഇതിഹാസങ്ങൾ ഉണ്ടായത്? സാധാരണക്കാർക്കും നിരീശ്വരവാദികൾക്കും ഭഗവാനെ കുറിച്ച് അറിയാനേ സാധിക്കത്തില്ല. അതുകൊണ്ട് അവര് ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും അറിയട്ടെ, കഥകളിലൂടെയെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ മഹാഭാരതം എന്ന ആ ഗ്രന്ഥം, 5ാം വേദം എന്ന മഹാഭാരതം ഭഗവാൻ വേദവ്യാസൻ എഴുതിയത്. ഇനി രാമൻ, ശ്രീരാമനെ നമുക്ക് എല്ലാവർക്കും അറിയാം. രാമായണ മാസമാണിത്. രാമായണ മാസത്തില് എല്ലാവരും രാമായണം വായിക്കാറുണ്ട്. അപ്പൊ ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിൽ ജനിച്ചു, ദശരഥപുത്രനായി ജനിച്ചു. ആ കഥകളും രാവണനെ വധിക്കാൻ വേണ്ടി ആണ് രാമന്റെ ജനനം തന്നെ. ആ കഥയാണ് രാമായണത്തിൽ വിശദമായി കൊടുത്തിരിക്കുന്നത്. പിന്നെ ബലരാമൻ എന്ന് പറയുന്നത് ശരിക്കും അനന്തശേഷന്റെ തന്നെ ഒരു അവതാരം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാന്റെ സംഘർഷണ എന്ന ആ ഒരു എക്സ്പാൻഡ് ചെയ്ത ആ ഒരു ഫോം ഉണ്ട്, അതിൽ നിന്ന് വന്നതാണ് ബലരാമൻ. പിന്നെ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അദ്ദേഹം തന്നെയാണ് ഈ മുഴുവൻ ലോകത്തിലെയും എല്ലാം നിയന്ത്രിക്കുന്നതും ഭഗവാൻ എന്നറിയപ്പെടുന്നതും. ആരാണ് കൃഷ്ണനെ ആദ്യമായി ഭഗവാൻ എന്ന് വിളിച്ചത്? പരാശരമുനി. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ആ 6 ദിവ്യത്വങ്ങൾ ഉണ്ടല്ലേ, 6 കാര്യങ്ങൾ എല്ലാം ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജിലാണ്. അറിവാണെങ്കിലും പ്രശസ്തിയാണെങ്കിലും എല്ലാം തന്നെ ഏറ്റവും ഉന്നതിയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ എന്ന് പരാശരമുനി, വ്യാസഭഗവാന്റെ അച്ഛനായ പരാശരമുനി ഭഗവാൻ കൃഷ്ണനെ ഭഗവാൻ എന്ന് ആദ്യമായി വിളിക്കുന്നത്. ബുദ്ധാവതാരം, കൽക്കി അവതാരം ഇനിയും വന്നിട്ടില്ല, കലിയുഗത്തിലേ അത് നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഹംസ അവതാരം, എന്തിനാണ് ഹംസ അവതാരം ഉണ്ടായത്? ബ്രഹ്മാവിന് തൻ്റെ ആത്മീയമായ അറിവ് നൽകാനാണ്. അദ്ദേഹത്തിന് ചില സമയത്ത് എത്ര ബുദ്ധിമാനായുള്ള ഒരു വ്യക്തിയാണെങ്കിലും ചില സമയത്ത് നമ്മൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുപോലെ തന്നെ ബ്രഹ്മാവിന് വേണ്ടിയിട്ട്, ബ്രഹ്മാവിന് ഈ ആത്മീയ അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ് ഹംസാവതാരം. ഹയഗ്രീവ അവതാരമാണ് അടുത്തത്. ഹയഗ്രീവൻ എന്ന് പറയുന്നത് കുതിരയുടെ തലയോടുകൂടിയുള്ള അവതാരമാണ്. ഒരിക്കൽ മധു എന്ന അസുരൻ, മധു ആൻഡ് കൈതപ എന്ന് പറഞ്ഞ 2 അസുരന്മാര് വേദങ്ങള് കട്ടോണ്ടുപോയി. ആ വേദങ്ങളെ തിരിച്ചു കൊണ്ടുവരാനാണ് ഹയഗ്രീവൻ എന്ന അവതാരം ഉണ്ടായത്. അങ്ങനെ ധാരാളം അവതാരങ്ങളുണ്ട്. പക്ഷെ ഒരു 20-25 അവതാരങ്ങളെ കുറിച്ചിട്ടാണ് ഈ കാൻഡോയില് ഈ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഭഗവാന്റെ ലീലകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഭഗവാന്റെ ലീലകള്? ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ ജനിച്ചു എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ആ ഗർഭത്തിലൂടെയല്ല ഭഗവാൻ ജനിച്ചത്. ഭഗവാൻ സ്വയംഭൂവാണ്. അതുകൂടാതെ ഭഗവാൻ കൃഷ്ണൻ എന്തുകൊണ്ടാണ് സർവപുണ്യ പുരുഷോത്തമൻ, അദ്ദേഹമാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നതിന്റെ കാരണം, സാധാരണ ഒരു കുട്ടി ഭൂമിയിൽ ജനിക്കുകയാണെങ്കിൽ 3 വയസ്സിൽ ഒരിക്കലും ആ കുട്ടിക്ക് ഒരു രാക്ഷസനെ വധിക്കാൻ സാധിക്കത്തില്ല.
അല്ലെങ്കിൽ നമുക്ക് ദാമോദര ലീല എടുക്കാം. ദാമോദര ലീലയില് ഉരല് വലിച്ചുകൊണ്ട് ആ 2 വടവൃക്ഷങ്ങളെ വീഴ്ത്തുകയാണ് ചെയ്തത്. ഒരിക്കലും ഭൗതിക ലോകത്തിലുള്ള ഒരു സാധാരണ കുട്ടിക്ക് അത് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ എന്താണ് സർവ്വപുണ്യ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. ഭഗവാനാണ് ഏറ്റവും ഹയ്യസ്റ്റ് എന്ന് പറയുന്നത്. ദാമോദര ലീലയാണെങ്കിലും കാളിയാമർദ്ദന ലീലയാണെങ്കിലും ശകടാസുരനെ കൊന്നതാണെങ്കിലും കേശിയെ കൊന്നതാണെങ്കിലും അങ്ങനെ ഭഗവാന്റെ അനേകം ലീലകൾ നമുക്ക് 10ാം സ്കന്ധത്തിൽ കാണാൻ സാധിക്കും. ഈ 1 മുതൽ 26 മുതൽ 35 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ലീലകളെ കുറിച്ചും ചെറുതായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. വിശദമായ വിശദീകരണം 10ാം സ്കന്ധത്തില് വരുന്നുണ്ട്. അപ്പൊ ഗർഭോദകശായ വിഷ്ണു ആണേലും വൈകുണ്ഠത്തിൽ വാഴുന്ന വിഷ്ണു ആണേലും അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും അനന്തശേഷനുണ്ട്. അനന്തശേഷൻ എന്ന് പറയുന്നത് അനന്തൻ എന്ന വാക്കിനർത്ഥം തന്നെ അനന്തമായത്, അൺലിമിറ്റഡ് എന്ന അർത്ഥം. അനന്തശേഷന് 1000 തലകളാണുള്ളത്. അപ്പൊ ഈ അനന്തശേഷൻ എല്ലാ ദിവസവും ഭഗവാന്റെ കൂടെ തന്നെയാണ്. ഈ അനന്തശേഷൻ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. ആ 1000 തലയുള്ള അനന്തശേഷന് പോലും ഭഗവാനെ കുറിച്ച് വിവരിക്കാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാ ദിവസവും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ആ വിശേഷങ്ങളും അറിയുന്ന ആളാണ് ഈ അനന്തശേഷൻ. ആ അനന്തശേഷന് പോലും അനന്തമായിട്ട് അത്രയും അനന്തമാണ് അദ്ദേഹത്തിന്. അത്രയും തലകളുണ്ട്, അത്രയും കണ്ണുകളുണ്ട്, എല്ലാ ദിവസവും കാണുന്നുണ്ട്. എന്നിട്ട് പോലും ഭഗവാനെ കുറിച്ച് ഒരു വിവരണം കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിവരണം മാത്രമല്ല, അത് വിശദമായിട്ട് പറയണമെങ്കിൽ അതിലും ബുദ്ധിമുട്ടാണ്. ഭഗവാന്റെ ഓരോ അവതാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ അവതാരങ്ങൾ ഇന്നതാണ്, അതിന്റെ വിശദീകരണം അതിന് പോലും സാധിക്കുന്നില്ല. പക്ഷെ സാധിക്കും. ആർക്ക് സാധിക്കും? അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ദയ ഉണ്ടെങ്കിൽ മാത്രം, ഭഗവാന്റെ മേഴ്സി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചും ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചും അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഓരോ ആറ്റമായിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി എടുക്കാം. പക്ഷേ ഭഗവാന്റെ ഈ വിഭൂതികളെ കുറിച്ചോ ഭഗവാന്റെ അവതാര ലീലകളെ കുറിച്ചോ എണ്ണാൻ സാധിക്കത്തില്ല. അത്രമാത്രം അനന്തമാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ബുക്കുകളിലൂടെയും ഭാഗവതത്തിലൂടെയാണെങ്കിലും ഭഗവത്ഗീതയിലൂടെയാണെങ്കിലും എല്ലാം വായിക്കുന്നത് ഭഗവാന്റെ വെറും 1% മാത്രമേ അറിയുന്നുള്ളൂ. വളരെയധികം ബുദ്ധിമുട്ടാണ് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മനസ്സിലാക്കാനായിട്ട്. എന്താണ് ഭഗവാന്റെ ആ ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂലോകം സൃഷ്ടിച്ചത്, അതുപോലും പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഭക്തന്മാർക്ക്. എങ്ങനെയുള്ള ഭക്തന്മാർക്ക്? ശുദ്ധ ഭക്തന്മാർക്ക്. എങ്ങനെയുള്ള ശുദ്ധ ഭക്തന്മാർക്ക്? മുഴുവൻ സമയവും ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ഭഗവാന് വേണ്ടി ജീവിച്ച് മുഴുവൻ സമയവും ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാന്റെ അടുത്ത് നിഷ്പ്രയാസം എത്താൻ സാധിക്കുമെന്ന് നമ്മൾ ഭഗവത്ഗീതയിലും കൂടി പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുന്നത്? ആരൊക്കെയാണ് അതിന് ഉദാഹരണം? ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ഒരു ഫ്രൂട്ടി ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ മുഴുവനുമായിട്ടും ഭഗവാന് മുൻപിൽ മഹാബലിയെ പോലെ ആത്മസമർപ്പണം ചെയ്യുക. അങ്ങനെ ആത്മസമർപ്പണം ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ ആ ഒരു ഇഷ്ടം ആ ഭക്തൻ നേടും. ഭഗവാൻ നമ്മളിൽ ആകർഷിക്കണം. ഭഗവാനോട് നമ്മൾ ഓരോ ഭക്തർക്കും ഇഷ്ടമാണ്. പക്ഷെ ഭഗവാൻ ആരെയാണ് ഏറ്റവും ഇഷ്ടം? അതാണ് ചിന്തിക്കേണ്ടത്. അതായത് ഓരോ ഭക്തനും ഭഗവാന് മുന്നിൽ സ്വയം ഭക്തിയോടെ, ശുദ്ധ ഭക്തിയോടെ ആത്മസമർപ്പണം നടത്തണം. അങ്ങനെ സമർപ്പണം നടത്തുമ്പോൾ ഭഗവാൻ ഓരോ വ്യക്തിയിലും ആ ഭക്തനിൽ ആകർഷിക്കും. ആകർഷിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ ആ ദയ ലഭിച്ചു കഴിഞ്ഞാൽ
ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അണ്ടർസ്റ്റാൻഡ് കൃഷ്ണ. ശരിക്കും മുഴുവനായിട്ട് ഭഗവാനെ കുറിച്ച് കൂടുതൽ 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 മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഭൗതിക ലോകം എന്ന സാഗരത്തിൽ നിന്ന് ഭഗവാന്റെ ആത്മീയ ലോകത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഈ ആത്മീയ ലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. അപ്പൊ ആത്മീയ ലോകത്തിൽ മുഴുവൻ സമയവും ഭഗവാനെ എങ്ങനെ എനിക്ക് സേവിക്കാം, ഓരോ നിമിഷവും ചിന്തിക്കുന്നത് എങ്ങനെ എത്ര നന്നായി ഭഗവാനെ എനിക്ക് സേവിക്കാം എന്നാണ് ആത്മീയ ലോകത്തിലെ ഓരോ ജീവജാലങ്ങളും ചിന്തിക്കുന്നത്. ജീവജാലങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും പുല്ലുകളാണെങ്കിലും എല്ലാവരും. ആത്മീയ ലോകവും ഭൗതിക ലോകവും എൻറ്റയർലി ഓപ്പോസിറ്റ് ആണ്. അതായത് എന്താണോ ആത്മീയ ലോകത്തിലുള്ളത് അത് ഭൗതിക ലോകത്തിൽ സാധ്യമല്ല. ആത്മീയ ലോകത്തിലെ ഭൗതിക ലോകത്തിൽ നടക്കുന്നതിന് എതിരെയാണ് നടക്കുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് പറയാം, ഭൗതിക ലോകത്തില് ഒരു കുട്ടി ജനിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിന് ഉള്ളിലാണ് യഥാർത്ഥത്തിൽ. ആത്മീയ ലോകത്തില് നമ്മൾ കണ്ടു, ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ്, പുറത്തോട്ടാണ് ആര് ജനിച്ചത്? ബ്രഹ്മാവ്. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പൊ ആത്മീയ ലോകത്ത് ഒരിക്കലും ഒരു സെക്സ് അങ്ങനത്തെ അനാവശ്യ ചിന്തകളൊന്നുമില്ല, ഇരുട്ട് പോലുമില്ല. എപ്പോഴും വെളിച്ചം മാത്രം. സൂര്യനില്ല, ചന്ദ്രനില്ല. അവിടെയുള്ള വെളിച്ചമെന്ന് പറയുന്നത് ചിന്താമണി രത്നങ്ങളുടെ വെളിച്ചമാണ്. ഓരോരുത്തരും ശരീരവും ഉണ്ടാക്കിയിരിക്കുന്നത് ചിന്താമണി രത്നങ്ങളാണ്. ആ ചിന്താമണി രത്നങ്ങൾ തന്നെ ജ്വലന ശേഷിയുള്ളതാണ്. അവിടെ ഇരുട്ടെന്നുള്ള ആ ഒരു കാര്യങ്ങളേ ഇല്ല. മുഴുവൻ സമയവും ചിന്തിക്കുന്നത് എനിക്ക് എങ്ങനെ ഭഗവാനെ സേവിക്കാം. അതുകൊണ്ടാണ് നമ്മള് ഇനിഷ്യേഷൻ കഴിഞ്ഞിട്ട് ദാസ് എന്നൊക്കെ പറഞ്ഞുള്ള പേര് വരുന്ന പേര് കണ്ടിട്ടില്ലേ? അതുകൊണ്ടാണ് ആ ദാസ് എപ്പോഴും ഞാൻ ആർക്ക് സേവകനാണ്? ഭഗവാനെ ഞാൻ എല്ലായ്പ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുദാഹരണമായിട്ട് പറയുന്ന ഈ ഭൗതിക സാഗരം നീന്തി ഭഗവാന്റെ ആത്മീയ സദസ്സിലെത്തിയ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. പ്രഹ്ലാദ മഹാരാജാവ്, സ്വയംഭൂമനു, അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബവും, അംഗ മഹാരാജാവ്, പ്രാചീന ബർഹി, ധ്രുവ, മുജുകുന്ദ, ജനക, ഇവരെല്ലാവരും തന്നെ, ധ്രുവ മഹർഷിയുടെ അമ്മയും ഇവരെല്ലാരും തന്നെ ഈ ഭൗതിക സാഗരം നീന്തിക്കടന്ന് ഭഗവാന്റെ ആത്മീയ ലോകത്തില് എത്തിപ്പെട്ടവരാണ്. അപ്പൊ പലപ്പോഴും ഭഗവാന്റെ ആ ഒരു പൂർണ്ണത, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ആ അത്രയും വലിയ ഗ്രേറ്റ് ആണ് ഭഗവാൻ. ഭഗവാനാണ് ഇത് എല്ലാത്തിനും സർവോത്തമ പുരുഷനായ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാർക്കോ ഭക്തരല്ലാത്തവർക്കോ ഒരിക്കലും സാധിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ ദയ അവർക്ക് കിട്ടുന്നില്ല. ഭക്തന്മാർക്ക് മാത്രമേ ചിലപ്പോഴെങ്കിലും ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എങ്ങനെ ആണ് ഭഗവാനാണ് ഏറ്റവും വലുത്, സുപ്പീരിയർ എന്ന് മനസ്സിലാക്കുന്നത്? ജ്ഞാനത്തിലൂടെയും യോഗയിലൂടെയുമാണ്. ജ്ഞാന ആൻഡ് യോഗ. ജ്ഞാന എന്ന് പറയുന്നത് ബ്രഹ്മജ്യോതി, ബ്രഹ്മൻ എന്താണെന്ന് അറിയുക, അതാണ് ജ്ഞാനം. യോഗം എന്ന് പറയുന്നത് പരമാത്മാവിനെ കുറിച്ച് അറിയുക. ഇത് രണ്ടിനെയും കുറിച്ച് മനസ്സിലാക്കിയവന് ഇതിനേക്കാൾ ഉപരി മറ്റൊരാൾ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ ഭക്തിയോഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. ആദ്യത്തെ 6 അധ്യായം കർമ്മയോഗത്തെക്കുറിച്ചും, രണ്ടാമത്തെ 6 അധ്യായം ഭക്തിയോഗത്തെക്കുറിച്ചും, അവസാനത്തെ 6 അധ്യായം ജ്ഞാനയോഗത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പൊ കർമ്മയോഗത്തിലൂടെ ഭഗവാന്റെ അടുത്തെത്താം,
ഭക്തിയോഗത്തിലൂടെയും ഭഗവാന്റെ അടുത്തെത്താം, ജ്ഞാനയോഗത്തിലൂടെയും ഭഗവാന്റെ അടുത്തെത്താം. അതാണ് ഭഗവത്ഗീതയിൽ ഉദ്ധരിക്കുന്നത്. അപ്പൊ ഏത് വഴിയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ അർജുനനോട് ഭഗവാൻ ഉത്തരവും പറയുന്നുണ്ട്. കർമ്മയോഗത്തിലൂടെയാണെങ്കിൽ ഇതേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഭക്തിയോഗത്തിലൂടെയാണെങ്കിൽ ഇങ്ങനെയാണ്, ജ്ഞാനയോഗത്തിലൂടെയാണെങ്കിൽ ഇങ്ങനെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ് നല്ലതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഭക്തിയോഗമാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചിലർക്ക് ഭക്തിയോഗത്തിലൂടെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർക്ക് കർമ്മയോഗത്തിലൂടെയോ ജ്ഞാനയോഗത്തിലൂടെയോ ഭഗവാന്റെ അടുത്തെത്താം. നമ്മൾ ഒരു വഴിയിലൂടെ ഒരു സ്ഥലത്ത് ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് പല വഴിയിലൂടെ നമുക്ക് പോകാം. ചിലര് വളരെ കറങ്ങി തിരിഞ്ഞായിരിക്കും പോകുന്നത്, ചിലർ സ്ട്രെയിറ്റ് റൂട്ട് എടുക്കും, ചിലർ ട്രെയിൻ എടുക്കും, ചിലർ ബസ് എടുക്കും, ചിലർക്ക് ഫ്ലൈറ്റ് എടുക്കും, അങ്ങനെ പല രീതിയിലോട്ട് പോകും. അപ്പൊ അത് നിങ്ങളുടെ ഫ്രീ വില്ലാണ്. എങ്ങനെ പോകണമെന്ന്, എങ്ങനെ ഭഗവാന്റെ അടുത്ത് എത്തണമെന്ന് ഓരോ ആത്മാവിന്റെയും സ്വയം തീരുമാനിക്കാം. ഭക്തിയോഗത്തിലൂടെ ആണെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ചു പോകുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ മനസ്സ് സഞ്ചരിക്കുന്ന പോലെ ആയിരിക്കും. കർമ്മയോഗത്തിലെ ആണെങ്കിൽ ചിലപ്പോൾ ഇനിയും ജന്മങ്ങൾ എടുക്കും. ജ്ഞാനയോഗത്തിലൂടെ ആണെങ്കിൽ ഇനിയും വളരെയധികം ജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഭഗവാന്റെ അടുത്ത് എത്തത്തുള്ളൂ. അപ്പൊ ഏത് രീതിയിൽ വേണമെന്നുള്ളത് ഓരോ ആത്മാവിന്റെയും സ്വന്തം തീരുമാനമാണ്. അപ്പൊ ഭക്തിയോഗത്തില്, അപ്പൊ ജ്ഞാനയോഗത്തില് മാക്സിമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രഹ്മജ്യോതി എന്ന ആ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ. ഇനി അഷ്ടാംഗ യോഗയിലൂടെ ആകുമ്പോഴത്തേക്കും പരമാത്മ സങ്കല്പത്തിലുള്ള ഭഗവാനെ മാത്രമേ ഏറ്റവും ടോപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഭക്തിയോഗത്തിലൂടെ ആദ്യം മനസ്സിലാക്കുന്നത് ഭഗവാൻ ആരാണെന്നാണ്. എന്താണ് ഭഗവാൻ? എന്നാൽ മാത്രമേ ഭക്തിയോഗത്തില് നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ ജന്മങ്ങളിൽ ജ്ഞാനയോഗത്തിലൂടെയോ കർമ്മയോഗത്തിലൂടെയോ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബ്രഹ്മനെയോ പരമാത്മാവിനെയോ മനസ്സിലാക്കിയവർക്ക് അടുത്ത ജന്മത്തിൽ ഭഗവാനെ കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ച് ഭക്തിയോഗത്തിലൂടെ ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കുന്നു. അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് എന്താണ്? ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള മുഴുവൻ വിഭൂതികളാണ്. എന്താണ് ഈ വിഭൂതികളും അവതാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം? വിഭൂതി എന്ന് പറയുന്നത് ഭഗവാൻ ഓരോ കാര്യത്തിലും നമ്മൾ ഭഗവാനെ തന്നെ കാണുന്നത്. അതായത് ഏറ്റവും 82 വിഭൂതികളെ കുറിച്ച് ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ രുദ്രന്മാരിൽ എടുക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആരാണോ ആ രുദ്രൻ ഭഗവാൻ തന്നെയാണ്. സേനാപതികൾ എടുക്കുവാണെങ്കിൽ സ്കന്ദനാണ് സേനാപതി, ആ സ്കന്ദനും ഞാൻ തന്നെയാണെന്നാണ് പറയുന്നത്. സാവര സംഗമ വസ്തുക്കളിൽ ഏറ്റവും വലിയ വസ്തുക്കളിൽ ഏറ്റവും വലുത് ഹിമാലയമാണ്, അതും ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഓരോ കാര്യത്തിലും നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കണം. ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന കോടാനുകോടി ജീവജാലങ്ങളിലെല്ലാം തന്നെ പരമാത്മാ സ്വരൂപത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ നമസ്തേ പറഞ്ഞിട്ടാണ്. എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഉള്ള പരമാത്മാവിനെയും ആ അമ്പലത്തിലിരിക്കുന്ന ഭഗവാനെയും ഒരേപോലെ നമ്മൾ തൊഴുകയാണ്. അപ്പൊ ഓരോ പ്രവൃത്തിക്കും നമ്മുടെ പൂർവികരുണ്ടാക്കി വെച്ച ഓരോ ആചാരങ്ങൾക്കും അതിന് പിന്നിൽ കുറെ സയന്റിഫിക് റീസൺസ് കൂടെ ഉണ്ട്. പലപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെ എൻ്റെ അച്ഛൻ ഇത് പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളത് ജസ്റ്റ് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ഭാഗവതം എങ്ങനെ വായിക്കണമെന്നാണ് പറയുന്നത്? ഭക്തിയോടുകൂടി വായിച്ചാൽ മാത്രമേ ഭാഗവതം മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു കഥാബുക്ക് എടുത്ത് വായിക്കുന്നത് പോലെ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭക്തിയോടെ വായിക്കാതെ ഭാഗവതം മനസ്സിലാകത്തില്ല. ഭാഗവതം വായിക്കുന്ന ആ മൂഡ് എന്ന് പറയുന്നത് ഭക്തിയാണ്. അത് ശുഗമഹർഷിയിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വ്യാസദേവൻ. ശുഗമഹർഷി ജനിച്ചപ്പോൾ തന്നെ ബ്രഹ്മജ്യോതി, ആ ബ്രഹ്മജ്യോതി എന്ന റിയലൈസേഷനിലോടുകൂടെ തന്നെയാണ് ശുഗമഹർഷി ജനിച്ചത്. എന്നിട്ട് ശുഗമഹർഷി എന്താണ് പറഞ്ഞത്? ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല, ഞാൻ വനവാസത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് ജനിച്ച ഉടനെ തന്നെ
16 വയസ്സോടു കൂടിയുള്ള കുട്ടിയായിട്ടാണ് ജനിച്ചത്. അങ്ങനെ തന്നെ ശുഗമഹർഷി തന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോയി. അത് ആർക്ക് വിഷമമായി? വേദവ്യാസനും വിഷമമായി. അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ അയച്ച് ഭഗവാനെ കുറിച്ചുള്ള ഗീതങ്ങൾ ചൊല്ലിച്ചിട്ടാണ് തിരിച്ച് ശുഗമഹർഷിയെ വ്യാസഭഗവാന്റെ അടുത്ത് എത്തിച്ചത്. അങ്ങനെ വ്യാസഭഗവാൻ ശുഗമഹർഷിക്ക് ഭഗവാന്റെ ലീലാവിലാസങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ ശുഗമഹർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ചൊല്ലിക്കൊടുക്കുന്നത് പോലെയാണ് ഭാഗവതം തന്നെ രചിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ആ ഒരു എനർജി, ഊർജം മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ 1% മനസ്സിലാക്കണമെങ്കിൽ സാധനാഭക്തിയിലൂടെ ഭഗവാനെ മുഴുവൻ സമയവും പ്രാർത്ഥിച്ച് 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 പ്രഹ്ലാദനെ പോലെയും ധ്രുവ മഹാരാജാവിനെ പോലെയും ബലി മഹാരാജാവിനെ പോലെയും അർജുനെ പോലെയും ഒക്കെ മുഴുവൻ സമയവും പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ ദയാവായ്പ് കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കല് ഭഗവാൻ കൃഷ്ണന്റെ മടിയിൽ കിടന്ന് അർജുനൻ ഉറങ്ങുകയായിരുന്നു. അപ്പൊ നാരദ മഹർഷി ചോദിച്ചു, അങ്ങ് ഭഗവാനല്ലേ, എന്തിനാണ് അർജുനെ അങ്ങയുടെ മടിയിൽ കിടക്കാൻ അനുവദിക്കുന്നത്? അങ്ങ് എന്താണ് എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹം ഒരു ഭക്തനല്ലേ, വെറും ഒരു ഭക്തനല്ലേ എന്ന് ചോദിക്കും. ഇത്രയും സൗകര്യങ്ങള് ഭഗവാൻ എന്തിനാണ് അർജുനു കൊടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പം നാരദ മഹർഷിയോട്, അർജുൻ ഉറങ്ങുകയാണ്, നാരദ മഹർഷിയോട് പറയും, മിണ്ടരുത്, ഇതിനുള്ള ഉത്തരം ഞാൻ തരാം എന്ന് പറയും. എന്നിട്ട് ഉറങ്ങുന്ന അർജുനന്റെ തലയിൽ ഒരു മുടി താഴെ വീണു. ആ മുടിയെടുത്ത് നാരദ മഹർഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചെവിയിൽ വെച്ച് കേൾക്കാൻ പറയും. അപ്പൊ ആ മുടിയാണ്, ആ ശരീരത്തിൽ നിന്ന് അടർന്ന് വീണ ആ മുടി നാരദ മഹർഷി ചെവിയിൽ വെച്ചപ്പോൾ മുഴുവൻ സമയവും കൃഷ്ണ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉറങ്ങുമ്പോൾ പോലും ആ തലയിൽ നിന്ന് പൊഴിഞ്ഞു വീണ ആ രോമം പോലും മുഴുവൻ സമയവും ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അർജുനൻ എത്രമാത്രമാണ് ഭഗവാനെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനും തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരടി വെച്ചാൽ ഭഗവാൻ നമ്മുടെ എടുത്തിട്ട് 10 അടി വെക്കാൻ തയ്യാറാകും. പക്ഷെ ആ ഒരടി ഭക്തിയോടുകൂടിയും ശുദ്ധ മനസ്സോടുകൂടിയും ഭഗവത് ഭക്തിയോട് എനിക്ക് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഞാൻ ഫലം ആഗ്രഹിക്കുന്നില്ല എന്ന ചിന്തയോടുകൂടി ചെയ്താൽ മാത്രമേ ഭഗവാനിൽ നിന്ന് തിരിച്ച് ആ ദയ നമ്മളും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പലപ്പോഴും അമ്പലങ്ങളിലും അല്ലെങ്കിൽ പ്രാർത്ഥനാലയങ്ങളിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ ബിസിനസ് ടോക്കാണ് ഭഗവാനുമായിട്ട് ചെയ്യുന്നത്. ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് അത് കിട്ടണം, എനിക്ക് ഇത് വേണം, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഒന്ന് മാറ്റിത്തരണം. അങ്ങനെ ഒരു ബിസിനസ് റിലേഷനാണ് പലപ്പോഴും ഭക്തന്മാരല്ലാത്തവര് ഭഗവാനുമായിട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ഭഗവാനും തിരിച്ച് ബിസിനസ് റിലേഷൻ വെക്കാൻ തുടങ്ങും. പക്ഷെ ഭക്തരായിട്ടുള്ളവര് ഒരിക്കലും ഫലേച്ഛയില്ലാതെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഫലേച്ഛയില്ലാതെ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ചിട്ട് ഭഗവാനും തിരിച്ച് അതുപോലെ തന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യാനും ശ്രമിക്കും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും 7-ാം അധ്യായം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാഞ്ചാകൽപതരുജ്ഞ കൃപാ സിന്ധൂപ ഏവ ച പതിതാനാം പാവനോപ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. താങ്ക് യു.